ബഹുജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നും, എന്നാൽ ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തിൽ സാഹോദര്യത്തിന്റെ മനോഭാവത്തോടെ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ എല്ലാവർക്കും ശരിയായ സമത്വം സാധ്യമാവുകയുള്ളൂ എന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒരു ദളിത് കുടുംബത്തിന്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് രാഹുലിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമായത്. ഇന്നും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ദളിത് അടുക്കളയെക്കുറിച്ച് അറിയൂ. ദളിത് അടുക്കളയെക്കുറിച്ച് പുസ്തകം രചിച്ച ഷാഹു പട്ടോലെ പറഞ്ഞതുപോലെ, ദളിതർ എന്താണ് കഴിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ എന്താണ് കഴിക്കുന്നത്, എങ്ങനെ പാചകം ചെയ്യുന്നു, അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യം എന്നിവയിൽ ആകാംക്ഷയോടെ അജയ് തുക്കാറാം സനദേക്കും അഞ്ജന തുക്കാറാം സനദേക്കും ഒപ്പം ഒരു ഉച്ചയ്ക്കു ശേഷം ഞാൻ ചെലവഴിച്ചു. വീഡിയോക്കൊപ്പം ഹിന്ദിയിൽ എഴുതിയ പോസ്റ്റിൽ രാഹുൽ ഇങ്ങനെയാണ് വിവരിച്ചത്. അടുക്കളയിൽ സഹായിക്കാൻ മഹാരാഷ്ട്രയിലെ കോലാപൂരിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ എന്നെ ബഹുമാനിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അനേക്കെ സാക്കി സബ്ജി, ഹർബാര്യാച്ചി ഭാജി, തുവർ ദാൽ എന്നിവ വഴുതന ചേർത്ത് പാകം ചെയ്തു. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പട്ടോലെയും സനദേ കുടുംബത്തിന്റെ ജാതിയും അതിനോടുള്ള വിവേചനവും സംബന്ധിച്ച വ്യക്തിപരമായ അനുഭവങ്ങൾ മുൻനിർത്തി ദളിത് പാചകരീതിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയെക്കുറിച്ചും ഈ സംസ്കാരത്തെ രേഖപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു. ഭരണഘടന ബഹുജനങ്ങൾക്ക് അവരുടെ വിഹിതവും അവകാശങ്ങളും നൽകുന്നുണ്ട്. ആ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വീഡിയോയിൽ രാഹുൽ അടുക്കളയിൽ സഹായിക്കുകയും തുടർന്ന് കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് കാണാം. ദളിതർ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനായി താൻ മറാത്തിയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും ദളിത് കിച്ചൺസ് ഓഫ് മറാത്തേഡ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടെന്നും എഴുത്തുകാരൻ ഷാഹു പട്ടോലെ രാഹുലിനെ അറിയിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായി 100 നാൾ തികയുന്ന രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. മണിപ്പൂർ മുതൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വരെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിന്റെ നേട്ടങ്ങളെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര എക്സ്പോസ്റ്റിലൂടെ വിശദീകരിച്ചതും. കഴിഞ്ഞ 100 ദിവസങ്ങൾ രാഹുൽ രാജ്യത്തുടനീളം സഞ്ചരിച്ച് കർഷകരുടെയും തൊഴിലാളികളുടെയും ലോക്കോ പൈലറ്റുമാരുടെയും മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികളുടെയും പ്രശ്നങ്ങളും വിഷമതകളും കേൾക്കുകയും ആ വിഷയങ്ങൾ പാർലമെന്റിന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്തുവെന്നും, ഈ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായി രാഹുൽ മാറിയിരിക്കുകയാണെന്നും ഖേര കൂട്ടിച്ചേർത്തിരുന്നു.